ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ഏപ്രിൽ 13 മുതൽ 17 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും ശക്തമായ നേട്ടങ്ങളോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ കുറയുന്നതും US ഇറാൻ സമാധാന ചർച്ചകളുടെ പ്രതീക്ഷയും വിപണിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ എണ്ണവില ഉയർന്നതും അമേരിക്ക ഇറാൻ സംഘർഷം കൂടുതൽ ശക്തമായതും മൂലം മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുമെന്നുള്ള ഒരു സൂചനകൾ വന്നതോടെ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായി നിഫ്റ്റി 24,350 മുകളിലെത്തുകയും സെൻസസ് 78,500 മുകളിലെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വിപണിയുടെ വ്യാപ്തി കൂടുതൽ ശക്തമാണെന്നുള്ളതിന്റെ സൂചനയാണ്. എന്നാൽ വിപണി വീണ്ടും ഉയരുന്നതിനോടൊപ്പം തന്നെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ജാഗ്രത പുലർത്തുക തന്നെയാണ്. ആഴ്ചയിലെ ഇൻഡെക്സ് മൂവ്മെന്റുകൾ പരിശോധിക്കുമ്പോഴാകട്ടെ തിങ്കളാഴ്ച വിപണി വലിയ തോതിൽ ഇടിവരേക്കപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെ എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു. ഇത് മാർക്കറ്റിനെ വല്ലാതെ താഴേക്ക് വലിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച അംബേദ്കർ ജയന്തി അവധിയായിരുന്നതിനാൽ വിപണി ക്ലോസ്ഡ് ആയിരുന്നു. ബുധനാഴ്ച ഏഷ്യൻ മാർക്കറ്റുകളുടെ പോസിറ്റീവ് ക്യൂസും US ഇറാൻ സമാധാന ചർച്ചകളുടെ പ്രതീക്ഷയും മാർക്കറ്റിനെ ശക്തമായി ഉയർത്തുകയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ നേട്ടത്തോടെ തുടങ്ങിയെങ്കിലും പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗിന്റെ സമ്മർദ്ദം മൂലം ഇൻഡെക്സ് ചെറിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. വെള്ളിയാഴ്ച വീണ്ടും നേട്ടത്തോടെ അവസാനിച്ചതോടെ ആഴ്ചയുടെ മൊത്തം പ്രകടനം പോസിറ്റീവായി മാറി. ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴാകട്ടെ മാർച്ചിൽ CPI ഇൻഫ്ലേഷൻ 3.4 ആയി ഉയർന്നത് ശ്രദ്ധേയമാണ്. ഭക്ഷ്യവില വർധനയാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 3.88 എന്ന 38 മാസത്തിലെ ഉയർന്ന നിലയിലെത്തി. ഇത് ഫ്യുവൽ, ക്രൂഡ് ഓയിൽ, മാനുഫാക്ചറിംഗ് ഉൽപ്പന്നങ്ങളുടെ വില വർധനയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയുകയും കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ഘടകമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഇറക്കുമതി കുറയുകയും കയറ്റുമതി ഉയരുകയും ചെയ്തതോടെ മാർച്ചിൽ ഡെഫിസിറ്റ് $20.67 ബില്യൺ ചുരുങ്ങുകയായി. എന്നാൽ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്നതിനാൽ ഈ ഒരു ട്രെൻഡ് സ്ഥിരമാകുമോ എന്നത് ആശങ്കയായി തുടരുകയാണ്. ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെക്കുറിച്ച് IMF 2026 GDP വളർച്ചാ നിരക്ക് 6.5 ആയി ഉയർത്തിയിട്ടുണ്ട്. ശക്തമായ ആഭ്യന്തര ആവശ്യകതയും സാമ്പത്തിക സ്ഥിരതയും ഇന്ത്യയെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ശക്തമായ നിലയിൽ നിലനിർത്തുന്നുമുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടരുകയാണെങ്കിൽ ആഗോള വളർച്ചയ്ക്കും ഇൻഫ്ലേഷനും സമ്മർദ്ദമുണ്ടാകുമെന്ന് IMF മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകതലത്തിൽ ചൈന 4.4% വളർച്ചയും US 2.3% വളർച്ചയും രേഖപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടലുള്ളത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാണെന്നതിന്റെ തെളിവുമാണ്. ഗ്ലോബൽ മാർക്കറ്റിലും മിക്സ്ഡ് സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനയുടെ GDP വളർച്ച ആദ്യ ക്വാർട്ടറിൽ 5% ആയി ഉയർന്നെങ്കിലും ആഭ്യന്തര ആവശ്യകത കുറവാണ്. യൂറോസോണിൽ ഇൻഫ്ലേഷൻ 2.6 ആയി ഉയർന്നത് എനർജി വില വർധനയുടെ ഫലമായിട്ടാണ്. US ഇൻഫ്ലേഷൻ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ പ്രൊസീജിയർ പ്രൈസ് ഇൻഡെക്സ് കുറവായി വന്നത് ചെറിയ ആശ്വാസം നൽകുന്നുമുണ്ട്. ഫെഡറൽ റിസർവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം സാമ്പത്തിക വളർച്ച മിതമായ രീതിയിൽ തുടരുകയാണ്. എന്നാൽ ഉയർന്ന LPG വിലകളും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ഭാവിയിൽ മാർക്കറ്റുകൾക്ക് വെല്ലുവിളിയായി തുടരാമെന്ന് വിലയിരുത്തപ്പെടുന്നു. മൊത്തത്തിൽ മാർക്കറ്റിനെ നോക്കുമ്പോൾ വിപണി ഇപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണെങ്കിലും മുന്നോട്ടുള്ള ആഴ്ചകളിൽ Q4 റിസൾട്ടുകളും ഗ്ലോബൽ ഡെവലപ്മെന്റ്സും മാർക്കറ്റിന്റെ ദിശ നിർണ്ണയിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. Thank you for watching.